ലക്ഷക്കണക്കിനായ വെട്ടുക്കിളികൾ ആ കാറ്റിലേക്ക് എടുത്താണ്. പിന്നെ കാറ്റാണ് ഈ വെട്ടുക്കിളികളെ മുഴുവൻ ക്യാരി ചെയ്ത് ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്ത് കൊണ്ടുപോയി ഇറക്കുന്നത്. ഇതുപോലെയാണ് വിശ്വാസികളെ പരിശുദ്ധാത്മാവ് തൻ്റെ കാറ്റിൽ എടുത്തുകൊണ്ട് പോകുന്നത്. ഇതറിയാമെങ്കിൽ നമുക്ക് ബഹുദൂരം സഞ്ചരിക്കാൻ. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സന്തോഷമായിട്ടിരിക്കുന്നു. ഈ ആഴ്ചയിലെ ലാസ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെ ഓരോ സന്ദേശങ്ങളും അത് എഴുതിയെടുത്തവരുണ്ട്, അത് പഠിച്ചവരുണ്ട്, മറ്റുള്ളവരെ പഠിപ്പിച്ചവരുണ്ട്, മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്തവരുണ്ട്. എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ, ടിപ്സുകൾ ഞാൻ പറയുകയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സംരക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ വസ്ത്രം ധരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കാണാനൊരു ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല. അത് അതിൻ്റെ പ്രൈം എന്താ പറയുക, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സംരക്ഷണമാണ്. വെയിലിൽ നിന്ന്, മഴയിൽ നിന്ന്, ചൂടിൽ നിന്ന്, തണുപ്പിൽ നിന്ന്, ഓക്കെ, മറ്റ് അറ്റാക്കുകളിൽ നിന്ന്, കീടങ്ങളുടെ അറ്റാക്കുകൾ, മറ്റ് പലതിൽ നിന്നൊക്കെ. ഒരു കൊതുക് പോലും നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഒന്നും കടിക്കത്തില്ല, വസ്ത്രം ഇട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എല്ലാത്തിൻ്റെയും അറ്റാക്കിൽ നിന്ന്, അതോടൊപ്പം തന്നെ നാണത്തിൽ നിന്ന്, ഇതിനെല്ലാത്തിൻ്റെയും ഒരു പ്രൊട്ടക്ഷനാണ് ഒരു വസ്ത്രം എന്ന് പറയുന്നത്. ഇതുപോലെ ഞാൻ ഇന്ന് നിങ്ങളോട് ഓരോരുത്തരോടും പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേൽ, നിങ്ങളായിരിക്കുന്ന മേഖലയിൽ, നിങ്ങളുടെ ബിസിനസ്സിന് ചുറ്റും, നിങ്ങളുടെ ജോലിക്ക് ചുറ്റും ഇതുപോലെ ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ളൊരു ആവരണത്തെ കർത്താവ് നൽകിയിട്ടുണ്ട്. അതിന് 91 സങ്കീർത്തനത്തിൽ പറയുന്നൊരു വചനമുണ്ട്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്യുന്നതൻ്റെ ആ മറവ്, സർവ്വശക്തൻ്റെ ആ നിഴലിൻ്റെ കീഴിൽ, അവൻ്റെ തൂവലുകൾ പോലുള്ള ആ മറവിൻ്റെ കീഴിൽ, ദൈവത്തിൻ്റെ ആവരണത്തിനകത്ത് ഇന്ന് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ ഭയപ്പെടുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആ മേഖലയെക്കുറിച്ച്, ആ കാര്യത്തെക്കുറിച്ച്, ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കവചം അവർക്ക് ചുറ്റുമുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാർ അവർക്ക് ചുറ്റും ആയിരമായിട്ട് പാളയമിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. വേഗത്തിൽ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ്, ഇന്നൊരു കീ സ്പോൺസറാണ്, എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, നടുവേദനയും അതുപോലെ കാലിൻ്റെ നീരും മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൻ്റെ എല്ലാ വേദനകളിൽ നിന്നും സൗഖ്യം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യപരമായിട്ട് തൻ്റെ ശരീരഭാരം നിലനിർത്തുവാനും, അതുപോലെ മക്കൾ വൈകാരികപരമായിട്ടും മാനസികപരമായിട്ടും ആത്മീകപരമായിട്ടും ശക്തരായി തീരുവാൻ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്പോൺസർ ചെയ്തതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ ചേർച്ചസിലും രാവിലെ 10 മണിക്ക് പ്രത്യേകമായിട്ടുള്ള ആരാധന നടക്കുകയാണ്. എനിക്കൊന്ന് കേരളത്തിലെ എല്ലാ ജില്ലയിലും പല പട്ടണങ്ങളിലും നമുക്ക് ആരാധനകൾ നടക്കുന്നുണ്ട്. ദയവായി ഈ ആരാധനകളിൽ കടന്നു വരിക. ഒരു വലിയ അനുഗ്രഹത്തെ കർത്താവ് ചെയ്യുവാനായിട്ട് പോവുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കൊച്ചിയിൽ നമുക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലുമുള്ള ആരാധനയുണ്ട്. അതിൻ്റെ തത്സമയ സംപ്രേഷണം കൂടെ, ലൈവ് ടെലികാസ്റ്റ് കൂടെ നിങ്ങൾക്കുണ്ട്. ദൂരെയുള്ള ആളുകളാണെങ്കിൽ നാളത്തെ ബ്ലെസ്സിംഗ് ടുഡേയുടെ ലൈവ് ആരാധനയിൽ പങ്കാളികളാകുവാനായിട്ട് ഞാൻ നിങ്ങളെ സ്നേഹപുരസരം ക്ഷണിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ ആഴ്ചയിലെ അവസാനത്തെ ഒരു സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇന്നത്തെ അപ്രധാനപ്പെട്ട മന്ന, അപ്രധാനപ്പെട്ട ശബ്ദം, ദൈവത്തിൻ്റെ പ്രത്യേക ദൂത്, അത് കേൾക്കുവാൻ തയ്യാറായിരിക്കുന്ന എല്ലാവരും നമുക്ക് ഒരുമിച്ച് ചേർന്ന് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ജൂലൈ 4th സാറ്റർഡേ, ഒരാഴ്ച തീരുകയാണ്. ജൂലൈ മാസത്തിൻ്റെ ഫസ്റ്റ് വീക്കിൻ്റെ എൻഡിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. ഇന്നത്തെ ഫോക്കസ് വേർഡ് ഇന്നർ സ്ട്രെങ്ത്, ആന്തരിക ശക്തി. വാവ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ എവിടെ നിന്നാണെങ്കിലും, ലോകത്തിൽ എവിടെ നിന്ന് കാണുകയാണെങ്കിലും ഇന്നർ സ്ട്രെങ്ത് എന്ന് ടൈപ്പ് ചെയ്യുക. അതാണ് നിങ്ങളുടെ അറ്റൻഡൻസ്, ആന്തരിക ശക്തി. ഇന്നത്തെ ഫോക്കസ് വേഴ്സ് Ephesians 3 verse number 16, I pray that out of his glorious riches
He may strengthen you with power through His Spirit in your inner being. എൻ്റെ മലയാളത്തിൽ എഫെസ്യർ 3:16, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. Wow, this is something important. ഡെക്ലറേഷൻ നോക്കുക, പ്രഖ്യാപനം ഇതാണ്: മൈ ഇന്നർ മാൻ ഈസ് സ്ട്രെങ്തൻഡ് ബൈ ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ആന്തരിക മനുഷ്യൻ ശക്തീകരിക്കപ്പെടുന്നു. വീക്ക്നെസ് ഈസ് റീപ്ലേസ്ഡ് ബൈ സൂപ്പർ നാച്ചുറൽ വിഗർ. അസാധാരണമായ ശക്തിയാൽ എൻ്റെ ബലഹീനത മാറിപ്പോകുന്നു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഇന്നത്തെ ഈ മോർണിംഗ് ഗ്ലോറി കാണുന്നത് അബദ്ധവശാലല്ല. ദിസ് ഈസ് ഗോഡ്സ് അപ്പോയിൻറ്റഡ് ടൈം. ദൈവം നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി, ഒരു ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ഈ മോർണിംഗ് ഗ്ലോറി സെലക്ട് ചെയ്ത് കാണുന്നത്. പക്ഷേ ഇന്ന് അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ അഥവാ ആന്തരിക മനുഷ്യൻ അഥവാ ആത്മീയ മനുഷ്യൻ, സോൾ ആൻഡ് സ്പിരിറ്റ് രണ്ടും ചേർന്നുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള ആ പാർട്ടിൽ പരിശുദ്ധാത്മാവിനാൽ വലിയൊരു ശക്തീകരണം നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരും പറഞ്ഞ് ഇന്നർ സ്ട്രെങ്ത്. നേരത്തെ ടൈപ്പ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ ടൈപ്പ് ചെയ്തിടുക, ഇന്നർ സ്ട്രെങ്ത്, ആന്തരിക ശക്തി. എല്ലാവരും ഒന്ന് വാഗൊണ്ട് പറഞ്ഞേ, ആന്തരിക ശക്തി. 4 കാര്യങ്ങൾ പറയുന്നു. നമ്പർ 1 എഴുതുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. ദ ഗ്രേറ്റസ്റ്റ് ബാറ്റിൽസ് ആർ ഓഫ്റ്റൻ വൺ ഓർ ലോസ്റ്റ് വിതിൻ. ഏറ്റവും വലിയ യുദ്ധങ്ങൾ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്നത് ഉള്ളിലാണ്, അഥവാ മനസ്സിലാണ്, ആന്തരിക വ്യക്തിത്വത്തിലാണ്. പുറത്തല്ല യുദ്ധത്തിലെ തോൽവിയും വിജയവും ഒക്കെ തീരുമാനിക്കപ്പെടുന്നത് അകത്താണ്. ഇവിടെ പോൾ പ്രേഡ് നോട്ട് ഫസ്റ്റ് ഫോർ മെറ്റീരിയൽ ബ്ലെസ്സിങ് ബട്ട് ഫോർ സ്ട്രെങ്ത് ഇൻ ദ ഇന്നർ ബീയിങ്. പൗലോസ് പ്രാർത്ഥിക്കുന്നത് പുറമേയുള്ള ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അദ്ദേഹം ആദ്യം പ്രാർത്ഥിക്കുന്നത് അകത്തെ മനുഷ്യൻ ശക്തീകരിക്കപ്പെടേണ്ടതിനാണ്. എപ്പോഴും ഇൻസൈഡ് ഔട്ട് ആണ്, അകത്തുനിന്ന് പുറത്തേക്കാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ. എ സ്ട്രോങ് സ്പിരിറ്റ് ക്യാൻ എൻഡ്യൂർ ഡിഫിക്കൽട്ട് സർക്കംസ്റ്റൻസസ്. ഒരു നല്ല ശക്തിയുള്ള ആന്തരിക മനുഷ്യനുണ്ടെങ്കിൽ പുറത്തുള്ള ഏത് പ്രതിസന്ധിയെയും അല്ലെങ്കിൽ സാഹചര്യങ്ങളെയും, വൈഷമ്യമേറിയ ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ അകത്ത് ശക്തിയുള്ള ആന്തരിക മനുഷ്യന് ശക്തിയുള്ള ഒരു വ്യക്തിക്ക് സാധിക്കും. എ വീക്ക് സ്പിരിറ്റ് സ്ട്രഗിൾസ് ഈവൻ ഇൻ ഫേവറബിൾ കണ്ടീഷൻസ്. എന്നാൽ വളരെ അനുകൂലമായ സാഹചര്യമാണെങ്കിൽ പോലും അകത്തുള്ള ആന്തരിക വ്യക്തിത്വം വീക്കാണെങ്കിൽ വല്ലാതെ കിടന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സദൃശവാക്യങ്ങൾ 18:14 പറയുന്നത് the human spirit can endure sickness, but a crushed spirit who can bear. ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു രോഗം വന്നാൽ അതിനെയൊക്കെ പിടിച്ച് നിൽക്കാൻ പലർക്കും, അതായത് ശരീരത്തിൽ രോഗം മൂലമൊരു വേദന വന്നാൽ പലരും സഹിക്കും, പിടിച്ചു നിൽക്കും. എന്നാൽ എ ക്രഷ്ഡ് സ്പിരിറ്റ് ഹു കൻ ബെയർ, അതിൻ്റെ മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന, എനിക്ക് തോന്നുന്നു, തകർന്നിരിക്കുന്ന മനസ്സിനെ ആർക്ക് സഹിക്കാമെന്ന്, അങ്ങനെ എന്തുവാണ് മലയാളത്തിൽ കാണുന്നത്. അതായത് പലരും ശരീരത്തിലെ വേദന സഹിക്കും. ശരീരത്തിലെ പല പല വേദനകളുണ്ട്. അതിൽ കൂടി നിൽക്കുന്ന വേദനകൾ ചിലത് ഞാൻ പറയാം. പല്ലുവേദന വന്നു കഴിഞ്ഞാൽ അതിഭീകരമാണ്, വന്നിട്ടുള്ളവർക്കറിയാം. കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്, ഒരു മനുഷ്യന് ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ വേദന, ഈവൻ പ്രസവവേദന പോലുമല്ല, ലേബർ പെയിൻ പോലുമല്ല, ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്ന ഒരു 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 അവസ്ഥയുണ്ട്. ക്ലസ്റ്റർ ഹെഡേക്ക് അത് വന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ ഒരു മനുഷ്യൻ സഹിക്കുന്ന ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള വേദന അതാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഓക്കെ, അതുവരെ ചിലർ പിടിച്ചു നിൽക്കും. പക്ഷേ മനസ്സങ്ങ് തകർന്നു പോയാലോ, എല്ലാം പോയില്ലേ.
51 സങ്കീർത്തനത്തിൻ്റെ 12 വചനത്തിൽ ഗ്രാൻഡ് മീ എ വില്ലിംഗ് സ്പിരിറ്റ് ടു സസ്റ്റെയിൻ മീ, മനസ്സൊരുക്കമുള്ളൊരു ആത്മാവിനെ എനിക്ക് തരണമേ. അങ്ങനെ എന്താണ് മലയാളത്തിൽ കാണുന്നത്. 2 കൊരിന്ത്യർ 4:16 നമ്മൾ കാണുന്നത് ദോ ഔട്ട്വേർഡ്ലി വി ആർ വേസ്റ്റിംഗ് അവേ, ഇൻവേർഡ്ലി വി ആർ ബീങ് റിന്യൂഡ്. ഞങ്ങളെ പുറമേ ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നെങ്കിലും അകമേ ഞങ്ങൾ ദിനംതോറും പുതുക്കം പ്രാപിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയാം. പുറമേ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നിരന്തരമായ യാത്രകൾ, കപ്പലിൽ യാത്ര ചെയ്യുന്നു. കാൽനടയായി തന്നെ അനേകം മൈലുകളാണ് അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ളത്, കാൽനടയായി. പിന്നെ അദ്ദേഹത്തിൻ്റെ ലിസ്റ്റ് എല്ലാവർക്കും അറിയില്ല. കാട്ടിലാപത്ത്, നാട്ടിലാപത്ത്, കള്ള സഹോദരങ്ങളാലുള്ള ആപത്ത്, പല പ്രാവശ്യം കപ്പൽ ഛേദത്തിൽപ്പെട്ടു. എന്ന് വെച്ചാൽ സഞ്ചരിക്കുന്ന കപ്പൽ തകർന്നു പോയിട്ട് വെള്ളത്തിൽ പലകമേലൊക്കെ പിടിച്ച് കിടന്ന്, ചിലപ്പോൾ വെള്ളത്തിൽ കിടന്ന് വിറങ്ങലിച്ച്, ഇങ്ങനെയൊക്കെ ഒത്തിരി. ഇതുകൂടാതെ പോകുന്ന പട്ടണങ്ങളിലെല്ലാം കല്ലേറ്, അടി, തൊഴി, ചാട്ടവാറ് കൊണ്ട്, കോലുകൊണ്ടുള്ള അടി, ഉപദ്രവങ്ങൾ, ഇതെല്ലാം സഹിച്ച് ഈ മനുഷ്യൻ്റെ ശരീരം വളരെ വീക്കായി. കർത്താവിനെ ശുശ്രൂഷിച്ചാണ്, സുവിശേഷം പ്രസംഗിച്ചതാണ്. എന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ പുറമേയുള്ള മനുഷ്യൻ എന്ന് വെച്ചാൽ ശരീരം ഒത്തിരി ക്ഷയിക്കുന്നെങ്കിലും അദ്ദേഹം പറയുന്നത് കേട്ടോ, ഞങ്ങളുടെ അകത്ത്, ഞങ്ങളുടെ ആത്മാവ്, ഞങ്ങളുടെ മനസ്സ് ദിനംതോറും ഫ്രഷായി പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കും. കാണാമോ ആ അവസ്ഥ? ചിലരൊക്കെ പുറമെ നല്ല ബോഡി ബിൽഡിങ്ങും എല്ലാം ചെയ്ത് നല്ല സൂപ്പറായിട്ടിരിക്കുന്നെങ്കിലും അകത്ത് ബലമില്ല, ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. സോ ദൈവത്തിന് എപ്പോഴും ഗോഡ് വർക്ക്സ് ഫ്രം ദ ഇൻസൈഡ് ഔട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവം എപ്പോഴും അകത്തുനിന്ന് പുറത്തേക്ക് പ്രവർത്തിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റ് നിങ്ങൾക്കറിയാം. ഈ മഹാനായ അലക്സാണ്ടർ 32-33 വയസ്സുള്ള അദ്ദേഹം മരിച്ചു. അന്ന് അദ്ദേഹത്തിന് അറിയാവുന്ന ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്, നെഗറ്റീവായി ചിന്തിക്കാൻ അറിയാത്തൊരു മനുഷ്യൻ. കൂടെയുള്ള പട്ടാളക്കാർ, കൂടെയുള്ള സകലരും ഓരോ രാജ്യങ്ങളെ പിടിച്ചടക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹാനായ അലക്സാണ്ടർ വരുമ്പോൾ തന്നെ അടുത്ത രാജ്യക്കാർക്ക് പേടിയരുതേ, ആ മനുഷ്യൻ വരുന്നു. ചിലരൊക്കെ നേരെ അങ്ങ് സറണ്ടർ ചെയ്ത് കൊടുത്തേക്കും. ചിലരങ്ങനെയല്ല, ഫൈറ്റ് ചെയ്യും. നാട്ടുരാജാക്കന്മാരൊക്കെ ഫൈറ്റ് ചെയ്ത് അവസാനം തോൽക്കും. ഈ കൂടെയുള്ള ഒത്തിരി പട്ടാളക്കാർ ഈ ലോകം മുഴുവൻ പിടിച്ചടക്കാൻ വേണ്ടി നടക്കുന്ന ഫിലിപ്പ് രാജാവിൻ്റെ മകനായ ഈ മഹാനായ അലക്സാണ്ടർ, കൂടെയുള്ള അനേക പട്ടാളക്കാർ മരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു വിഷയമല്ല. ചിലപ്പോൾ വെള്ളമില്ലാതെയാണ് മൈലുകൾ സഞ്ചരിക്കുന്നത്. ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു വിഷയമല്ല. പലർക്കും ഈ കപ്പലിലും അതിലും ഇതിലൊക്കെ സഞ്ചരിച്ചും ഒക്കെ പലവിധ രോഗങ്ങൾ വന്ന് തകരുകയാണ്. അതൊന്നും അദ്ദേഹത്തിനൊരു വിഷയമല്ല. കാരണം മനസ്സിൽ അദ്ദേഹം ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അകത്താണ് യുദ്ധം ജയിക്കുന്നത്, പുറത്തല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത്. ഒരു വലിയ പവർ സ്റ്റേഷൻ ഉണ്ടെന്നിരിക്കട്ടെ. ആ പവർ സ്റ്റേഷൻ്റെ കൺട്രോൾ റൂം ആരും കാണുന്ന സ്ഥലത്തായിരിക്കില്ല ഇരിക്കുന്നത്, കാണാത്തൊരു സ്ഥലത്തായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ അവിടെ നടക്കുന്ന കൺട്രോളിംഗ് ആണ് മൊത്തം പവർ സ്റ്റേഷനെ കൺട്രോൾ ചെയ്തിട്ട് ഒരുപക്ഷെ ഒരു സിറ്റി മുഴുവൻ ഇലക്ട്രിഫിക്കേഷൻ നടക്കുന്ന അതിലൂടെ ആയിരിക്കും, പവർ പാസ് ചെയ്യുന്ന അതിലൂടെ. പക്ഷെ അതിൻ്റെ കൺട്രോൾ റൂം കാണാമറയത്താണ് ഇരിക്കുന്നത്. ഇതുപോലെ പുറത്ത് നടക്കുന്ന പലതിൻ്റെയും കൺട്രോൾ റൂം ഇരിക്കുന്നത് അകത്താണ്. അവിടെയാണ് നമുക്ക് ശക്തി വേണ്ടത്. ഇത് തരാമെന്നാണ് കർത്താവ് പറയുന്നത്. എത്ര പേർക്ക് വേണം? എനിബഡി ഇൻട്രസ്റ്റഡ്? നിങ്ങൾ വാസ്തവത്തിൽ ഈ ഇന്നർ സ്ട്രെങ്ത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, ഐ ആം ഇൻട്രസ്റ്റഡ്. 3 വാക്കുകൾ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക, ഐ ആം ഇൻട്രസ്റ്റഡ്. എന്തിന്? ഇന്നർ സ്ട്രെങ്ത്. ഐ ആം ഇൻട്രസ്റ്റഡ് ഫോർ ഇന്നർ സ്ട്രെങ്ത്. ടൈപ്പ് ചെയ്തിടുക. കർത്താവ് അത് കാണട്ടെ. നിങ്ങളകത്തെ മനുഷ്യൻ ശക്തീകരിക്കപ്പെടട്ടെ. നമ്പർ 2, the Holy Spirit strengthens what human effort cannot. മാനുഷിക പ്രയത്നങ്ങൾക്ക് സാധിക്കാത്തതിനെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കും.
See, there are burdens that determination alone cannot carry. നമുക്ക് ചില സമയത്തൊരു ദൃഢനിശ്ചയമൊക്കെ കാണും, അകത്തൊരു ഡിസിഷൻ മേക്കിംഗ് പവർ. ഈ ദൃഢനിശ്ചയം കൊണ്ട് മാത്രം, വിൽ പവർ കൊണ്ട് മാത്രം സാധിക്കാത്ത പല ഭാരങ്ങളും കാണും, ചുമക്കാൻ കഴിയാത്ത ഭാരങ്ങൾ. അവിടെ നമുക്ക് ആവശ്യമുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തീകരണമാണ്. Paul points us to the Spirit's power, not merely personal resolve. വ്യക്തിപരമായി നമ്മളെടുക്കുന്ന തീരുമാനത്തിൻ്റെ ശക്തിക്കപ്പുറത്ത് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് കാണിച്ചു തരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തീകരണമാണ്. ഈ ചില വചനങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ട്, അത് എഴുതി വെക്കുക. റോമാലേഖനം 8:26 പരിശുദ്ധാത്മാവ് നമ്മെ പ്രാർത്ഥിക്കാൻ നമ്മുടെ ബലഹീനതയിൽ ശക്തീകരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. സെഖര്യാവ് 4:6 സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിൻ്റെ ആത്മാവിലാണെന്ന് വ്യക്തമായി അവിടെ പറഞ്ഞിരിക്കുന്നു. ഗലാത്യ ലേഖനം 5:25 നാം ആത്മാവിനാൽ ജീവിക്കുന്നുവെങ്കിൽ ലെറ്റ്സ് കീപ്പ് ഇൻ സ്റ്റെപ്പ് വിത്ത് ദ സ്പിരിറ്റ്. ആത്മാവിനോടൊപ്പം നടക്കാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം അവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുന്നത്. ഗോഡ് സപ്ലൈസ് supernatural strength where human strength reaches its limits. മാനുഷികമായ ശക്തി അതിൻ്റെ പാരമ്യത്തിലും പരിധിക്കപ്പുറത്തേക്കൊക്കെ എത്തിച്ചേർന്ന് പരാജയപ്പെടുന്ന സ്ഥാനത്ത് അമാനുഷികമായ ശക്തി, സൂപ്പർ നാച്ചുറലായ സ്പിരിച്വൽ പവർ കർത്താവ് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. ഹായ്, ഒരു വിശേഷ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ വർഷത്തെ, അതായത് 2026 ജനുവരി 1 തീയതിയിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പം ഒത്തിരി ദൈവികമായ ആരാധനയിലൂടെ നമ്മൾ കടന്നുപോയപ്പോഴൊക്കെ ഒരു പുതിയ ഗിഫ്റ്റൊക്കെ വേണമെന്ന് പലരും പ്രാർത്ഥിച്ചിരുന്നു. അന്ന് ബ്ലെസ്സിങ് ടുഡേ എന്ന് പലരുടെയും കയ്യിൽ കിട്ടിയ ഒരു ഗിഫ്റ്റാണ് ഈ കാണുന്നത്. ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ 2026 എന്ന പേര് കാണുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള ഡയറി. ഈ ഒരു ഡയറിയിൽ നിന്ന് ഓരോ മാസവും പ്രത്യേകമായിട്ടുള്ള ഒരു തീമിനെ ആസ്പദമാക്കിക്കൊണ്ട് ബ്രദർ ഡാമിയൻ സംസാരിക്കും. ഓരോ ദിവസവും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു തീം വേഴ്സ് നൽകി അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതിൻ്റെ 6 മാസം ഇന്ന് തികയാണ്. എന്താ അല്ലേ, കഴിഞ്ഞ 6 മാസമായിട്ട് ഇതിലൂടെ പല ആളുകളും ജൈത്രയാത്ര നടത്തിയിരുന്നു. ഈ ഒരു ജൈത്രയാത്രയിൽ ഓരോ ദിവസവും മുടങ്ങാതെ ഇതിൻ്റെ നോട്ട്സുകളെല്ലാം, ബ്ലെസ്സിങ് ടുഡേയുടെ മോർണിംഗ് ഗ്ലോറിയിൽ വന്നിട്ടുള്ള നോട്ട്സുകളെല്ലാം ഭംഗിയായിട്ട് എഴുതിയിട്ടുള്ളവരും അതുപോലെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ടുള്ളവരും മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്തിട്ടുള്ളവരും ഒക്കെ ഉണ്ട്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കും. ഈ കഴിഞ്ഞ 6 മാസത്തെ ഈ ഒരു യാത്രയിൽ, ഈ ഒരു ജൈത്രയാത്ര എന്ന് വേണമെങ്കിൽ പറയാം, ഈ ഒരു യാത്രയുടെ ഇടയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ വലിയ അത്ഭുതങ്ങൾ, അനുഭവങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെച്ചപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഇതൊക്കെ ഞങ്ങൾക്കറിയാനായിട്ടൊരു താല്പര്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് 1 മിനിറ്റ് താഴെയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കും. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ 1 മിനിറ്റ് താഴെയുള്ള ഒരു ഓഡിയോ മെസ്സേജ് നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കും. എന്താണ് ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റം, അത് ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ അയക്കുക. എനിക്കൊന്ന് ഏറ്റവും മനോഹരമായിട്ട് മറ്റുള്ളവരെയൊക്കെ സ്വാധീനിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ഒരു ടെസ്റ്റ് മണി വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സമ്മാനം ഞങ്ങൾ തരാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുക. ഒരു കാര്യം കൂടെ പ്രത്യേകിച്ച് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ അത് അവിടെ കൂടെ അപ്ലോഡ് ചെയ്യുക. അനേകർ അത് കാണട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ എനിക്കൊന്ന് കഴിഞ്ഞ 6 മാസമായിട്ട് ഇത് എഴുതിയവരുണ്ട്. ഇനിയൊരു 6 മാസം കൂടി നമ്മുടെ മുന്നിലുണ്ട്. നോട്ട്സ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക. എനിക്കൊന്ന് 31 തീയതി വൈകിട്ട് വരുമ്പോൾ ഒരുപക്ഷെ പാസ്റ്റർ ഡാമിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോ ഓഡിയോ ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് ദയവായി അയക്കുക. ഈ ഗ്ലൈഡേഴ്സ് ഉണ്ടല്ലോ, ഈ ഗ്ലൈഡേഴ്സിന് അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ ശക്തിയേക്കാൾ അപ്പുറത്ത് കാറ്റിൻ്റെ ശക്തി കൂടി കിട്ടിക്കഴിയുമ്പോൾ ഗ്ലൈഡർ എന്ത് ചെയ്യുകയാണ്, നേരെ അങ്ങ് പൊങ്ങുകയാണ്. തൻ്റെ ശരീരഭാരം, എല്ലാ ഭാരവും ഈ കാറ്റങ്ങ് എടുത്തുകൊണ്ട് പോയിക്കോളും. ഇതുപോലെ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ലിവ്സ് ബിലീവേഴ്സ് ആസ് ബിയോണ്ട് നാച്ചുറൽ കപ്പാസിറ്റി. മാനുഷികമായി നമുക്കെല്ലാവർക്കും ഒരു പൊട്ടൻഷ്യൽ കാണും. അതിൻ്റെ അപ്പുറത്തേക്കാണ് ആത്മാവിൻ്റെ ശക്തി നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത്. വെട്ടുക്കിളികളുടെ ഉദാഹരണം ഞാൻ സാധാരണ പറയുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയിലുണ്ടായിരിക്കും. വെട്ടുക്കിളികൾ ചെയ്യുന്നത് ഒത്തിരി വൃക്ഷങ്ങളുടെ മുകളിൽ കയറി അതിൻ്റെ ബ്രാഞ്ചുകളിൽ പോയി ഇങ്ങനെ ഇരിക്കും, കാത്തിരിക്കും. എന്ന് വെച്ചാൽ വെട്ടുക്കിളികൾ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതിനങ്ങ് പറഞ്ഞാൽ പോരെ.
അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ അതിൻ്റെ ചിറകളൊക്കെ വളരെ ചെറുതും അശക്തവുമാണ്. വെട്ടുക്കിളികളുടെ ഈ ചിറകളൊക്കെ വലിയ പവർഫുൾ അല്ല. ഈകളുടെ പോലെ അങ്ങനെയൊന്നും അല്ലല്ലോ. വെട്ടുക്കിളികൾ മനസ്സിലായല്ലോ. അത് ലോക്കസ്, അത് വലിയ പക്ഷികൾ പോലൊന്നുമല്ല, ചെറിയ ചെറിയ സാധനങ്ങളാണ്. ഇതിൻ്റെ ബുദ്ധി എന്ന് പറയുന്ന അപാരമാണ്. കാറ്റ് വരുന്ന സമയത്ത്, ശക്തിയേറിയ കാറ്റ് ഈ വെട്ടുക്കിളികൾ അവരാഗ്രഹിക്കുന്ന ദിശയിലേക്ക് അടിക്കാൻ തുടങ്ങുമ്പോൾ ഇത് ചുമ്മാ ചെയ്യുന്നത് കാറ്റിലേക്ക് എടുത്ത് ചാടും. ലക്ഷക്കണക്കിനായ വെട്ടുക്കിളികൾ ആ കാറ്റിലേക്ക് എടുത്ത് ചാടും. പിന്നെ കാറ്റാണ് ഈ വെട്ടുക്കിളികളെ മുഴുവൻ ക്യാരി ചെയ്ത് ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്ത് കൊണ്ടുപോയി ഇറക്കും. അവിടെ നല്ല വിളഞ്ഞു കിടക്കുന്ന പാടത്തേക്ക് വെട്ടുക്കിളികൾ മുഴുവൻ ഇറങ്ങുന്നു, ധാരാളമായി ഭക്ഷിക്കുന്നു. അടുത്ത കാറ്റിൽ ഏറി, കാറ്റാണ് ഇവരുടെ വാഹനം, ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം ഇതുപോലെയാണ് വിശ്വാസികളെ പരിശുദ്ധാത്മാവ് തൻ്റെ കാറ്റിൽ, ന്യൂമ, തൻ്റെ കാറ്റിൽ എടുത്തുകൊണ്ട് പോകുന്നത്. ഇതറിയാമെങ്കിൽ നമുക്ക് ബഹുദൂരം സഞ്ചരിക്കാനും അതിനെ കാറ്റാപ്പിൾട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ അത്ര. കൈകൾ ഉയർത്തി പറഞ്ഞ്, പരിശുദ്ധാത്മാവേ ക്യാരി മീ, എന്നെ വഹിച്ചുകൊണ്ട് പോകണമേ. നമ്പർ 3, ഇന്നർ സ്ട്രെങ്ത് ഈസ് ഡെവലപ്ഡ് ത്രൂ കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. ദൈവവുമായുള്ള കൂട്ടായ്മയിലാണ് ആന്തരിക ശക്തി വികസിച്ചു വരുന്നത്, വളർന്നു വരുന്നത്. സ്പിരിച്വൽ സ്ട്രെങ്ത് ഗ്രോസ് ത്രൂ റിലേഷൻഷിപ്പ്. ദൈവവുമായുള്ള ബന്ധത്തിലാണ് ഈ ആത്മാവിൻ്റെ ശക്തി വർദ്ധിക്കുന്നത്. എങ്ങനെയാണ് കൂട്ടായ്മയെ ഡെവലപ്പ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും പ്രാർത്ഥനയിലൂടെ, ദൈവവചനം ധ്യാനിച്ച് ദൈവസന്നിധിയിൽ ധാരാളം സമയം ഇരിക്കുന്നതിലൂടെ, എല്ലാം ദൈവത്തെ ആരാധിക്കുന്നതിലൂടെ എല്ലാം ഈ കൂട്ടായ്മയുടെ ആഴം വർദ്ധിച്ച് വർദ്ധിച്ച് വരും. ജോൺ 6:63 പറയുന്നത് ഇങ്ങനെയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 6:63, "The words I have spoken are spirit and life." യേശു പറയാണ്, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളിൽ ആത്മാവുണ്ട്, ജീവനുണ്ട്. 2 കാര്യങ്ങൾ. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത്, സ്പിരിറ്റ് ആൻഡ് ലൈഫ്. ടൈപ്പ് ചെയ്തിടുക, സ്പിരിറ്റ് ആൻഡ് ലൈഫ്. കമൻറ്റ് സെക്ഷൻ ടൈപ്പ് ചെയ്തിടുക. എന്തൊക്കെയാണ്? ആത്മാവും ജീവനും. യേശു കർത്താവ് സംസാരിച്ച വചനങ്ങൾക്കകത്ത് സ്പിരിറ്റ് ഉണ്ട്, കൂടാതെ ലൈഫുണ്ട്. സോയെ ലൈഫ് ഇരിക്കുന്നത് വചനങ്ങളുടെ അകത്താണ്. 63-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വചനത്തിൽ, "My soul will be satisfied as with the richest of foods." ഏറ്റവും നല്ല സമ്പന്നമായ ഭക്ഷണം കഴിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നിൽ, നിൻ്റെ വചനത്തിൽ തൃപ്തിയടയും. എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾ എത്രത്തോളം വചനത്തിൽ രസിക്കാറുണ്ടെന്നുള്ളത്. ഈയിടെയായി ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രതിഭാസമാണ്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് വചനം ധ്യാനിക്കുന്ന സമയത്ത് ചില മിനിറ്റുകൾ കഴിയുമ്പോൾ തന്നെ എൻ്റെ കണ്ണുനീർ ഗ്രന്ഥികളൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ഈ വചനം ഇങ്ങനെ സ്പർശിക്കാൻ തുടങ്ങും. അതിനകത്ത് നിന്ന് ദൈവസാന്നിധ്യവും ഒരു നറിഷ്മെൻറ്റും ഒക്കെ അന്തരാത്മാവിലും മനസ്സിലും ഒക്കെ തട്ടിയിട്ട്, ഹൃദയത്തിൽ തട്ടിയിട്ട് അതൊരനുഭവമായി മാറുകയാണ്. സോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ജോൺ 6:63, യോഹന്നാൻ 6:63, ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ആത്മാവുണ്ട്, ചൈതന്യമുണ്ട്, ജീവനുണ്ട്. എബ്രായലേഖനം 4:12 അത് വ്യക്തമായി പറയുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി. അതിനകത്ത് ജീവനുമുണ്ട്, ചൈതന്യമുണ്ട്. ഇറ്റ് ഈസ് ലിവിങ്, ജീവിക്കുന്നതാണ്. ദൈവവചനം ഒരിക്കലും കെട്ടുപോകുന്നില്ല, കെടാത്ത ബീജമാണ്, ഇംപെരിഷബിൾ സീഡ്. നോർമലി വിത്തുകൾ പട്ടുപോയില്ല. ഫറവോൻ്റെ അതിനെന്താ പറയുക, പിരമിഡിൻ്റെ അകത്ത്
ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ശേഖരിച്ചു വെച്ച വിത്തുകൾ, അവരുടെ വിശ്വാസമനുസരിച്ച് ഈ പറഞ്ഞ ഫറവോമാർ അവർ ജീവിച്ചെഴുന്നേൽക്കും. അന്ന് ജീവിക്കുമ്പോൾ അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തരം ഭക്ഷണങ്ങളും പ്രോസസ്സ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഈ മമ്മിയോടൊപ്പം ഈ പിരമിഡുകളുടെ അകത്ത് വെച്ചു കൊടുത്തേക്കുക. അവിടെ നിന്നും ഈ വിത്തുകളെടുത്ത്, ഗോതമ്പ് മണികളും എല്ലാം എടുത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം കിട്ടിയത് ഇതിനകത്തിരുന്ന ആ വിത്തുകളെടുത്ത് പാകിയപ്പോൾ അത് മുളച്ചു. ഇപ്പം സാധാരണ വിത്തുകൾക്ക് ദീർഘായുസ്സുണ്ട്, ഒത്തിരി നാൾ അതിൻ്റെ അകത്ത് ജീവൻ നിൽക്കും. അതിനേക്കാൾ നിലനിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അതിനകത്ത് ലൈഫ് ഉണ്ടെന്നല്ലേ പറയുന്നത്. യൂദായുടെ ലേഖനം 20-ാമത്തെ വചനത്തിൽ, ബിൽഡ് യുവർ സെൽവ്സ് അപ്പ് ഇൻ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് ആൻഡ് പ്രേ ഇൻ ദ ഹോളി സ്പിരിറ്റ്. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി, അതിവിശുദ്ധ വിശ്വാസത്തെ പണിതെടുത്ത് എങ്ങനെ? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച്. കണ്ടോ? നെഗ്ലക്റ്റഡ് സ്പിരിറ്റ്സ് ബിക്കം വീക്ക്. നമ്മളിതൊക്കെ അവഗണിച്ചാൽ, ദൈവവചനം ഓരോ പോർഷൻ എല്ലാ ദിവസവും അകത്തോട്ട് ചെല്ലണം. അത് നമ്മൾ അവഗണിച്ചാൽ എന്ത് സംഭവിക്കും? വീക്ക് സ്പിരിറ്റ്സ് ആയിട്ട് മാറും. ഫിറ്റ് സ്പിരിറ്റ്സ് ബിക്കം സ്ട്രോങ്. എന്നാൽ എല്ലായ്പ്പോഴും ദൈവവചനം അകത്തോട്ട് ചെല്ലുന്ന ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. നമ്പർ 4, ഇന്നർ സ്ട്രെങ്ത് പ്രൊഡ്യൂസസ് ഔട്ട്വേർഡ് എൻഡ്യൂറൻസ്. അകത്തുള്ള ശക്തിയാണ് പുറത്ത് പിടിച്ചു നിൽക്കുവാനുള്ള കഴിവ് നൽകുന്നത്. ഇതിന് കാരണം, when the inner person is strengthened, അകത്തെ ആന്തരിക മനുഷ്യൻ ശക്തീകരിക്കപ്പെട്ടെന്നിരിക്കട്ടെ, അതിൽ ആത്മാവ്, നമ്മുടെ മനസ്സ്, വികാരങ്ങൾ തുടങ്ങിയ എല്ലാം. അങ്ങനെ വരുമ്പോൾ ബിലീവേഴ്സ് ക്യാൻ ഫേസ് ചാലഞ്ചസ് വിത്ത് കോൺഫിഡൻസ്. വലിയ ആത്മവിശ്വാസത്തോടുകൂടെ വലിയ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും നേരിടുവാൻ സാധിക്കും. ഇവിടെ പോൾ എൻഡ്യൂർഡ് ഇംപ്രിസൺമെന്റ്, ഹാർഡ്ഷിപ്പ്, റിജക്ഷൻ, സഫറിങ് ബിക്കോസ് ഓഫ് ഗോഡ്സ് സ്ട്രെങ്ത് സസ്റ്റെയിൻഡ് ഹിം. കർത്താവിൻ്റെ ആത്മാവ് തന്നെ താങ്ങിയത് കൊണ്ട്, ദൈവത്തിൻ്റെ ശക്തി തന്നെ താങ്ങിയത് കൊണ്ടാണ് ഈ പൗലോസ് ഇതൊക്കെ എഴുതുമ്പോൾ ജയിൽവാസം, അതിഭയങ്കരമായ കഷ്ടതകൾ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നത് ആസ്യക്കാരെല്ലാവരും എന്നെ വിട്ടുപോയി. ഒറ്റപ്പെടുത്തപ്പെട്ട അനുഭവങ്ങൾ. അവർക്ക് വേണ്ടിയാണ് താൻ ജീവിച്ചത്, പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ എല്ലാം വിട്ടുപോയി. അങ്ങനെയുള്ള അനുഭവങ്ങൾ. ഇതിൽ അദ്ദേഹം പലപ്പോഴും കള്ള സഹോദരന്മാരുള്ള ആപത്തെന്ന് വെച്ചാൽ ചതിക്കപ്പെട്ട്, കൂടെ നിന്ന ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന, ആത്മീയരെന്നറിയപ്പെടുന്നവരിൽ നിന്ന് തന്നെ. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുക, സഭാവിശ്വാസികളിൽ നിന്ന്, സഭയ്ക്കകത്ത് നിന്ന്, ഒരുപക്ഷെ ശുശ്രൂഷകരിൽ നിന്ന് ഒക്കെ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും പുതിയ കാര്യമില്ലെന്നേ, പുതിയ കണ്ടുപിടുത്തമല്ലെന്നേ. ഇതൊക്കെ മനുഷ്യരായതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് സഭ കൊള്ളില്ലെന്നോ കർത്താവ് കൊള്ളില്ലെന്നോ മൊത്തം എല്ലാം കള്ളന്മാരാണെന്നോ ഒന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഇതെല്ലാം ഇതിനകത്തുണ്ട്. എനിക്കെതിരെ എത്രയോ സഹോദരങ്ങൾ കൈവെള്ളയിൽ വെച്ച് വളർത്തിയെടുത്തവർ എനിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്, വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്, എന്തെല്ലാം ഞാൻ കണ്ടു. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ ശക്തീകരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ ശക്തീകരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇതുപോലുള്ള പ്രശ്നങ്ങളോടെ എല്ലാം പോയപ്പോൾ അദ്ദേഹം പിടിച്ചു നിന്നത് അകത്ത് ദൈവത്തിൻ്റെ ശക്തീകരണം ഉണ്ടായതുകൊണ്ടാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അപ്പോസ്തലപ്രവൃത്തി 27-28 അധ്യായങ്ങളിൽ ഒരു കപ്പൽ യാത്ര, ഒരു കപ്പൽ ഛേദം നടക്കുന്നുണ്ട്. അദ്ദേഹം അതിനകത്തുണ്ട്. ആ സമയത്ത് ആരും ഷേവ് ചെയ്യുന്നില്ല, ആരും ഭക്ഷണം കഴിക്കുന്നില്ല, ഉള്ളതെല്ലാം എടുത്ത് വലിച്ചെറിയുന്നു. ജീവിച്ചിരിക്കുമെന്നുള്ള എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഇനി വീട്ടിലെത്തില്ല, ഭാര്യയെ കാണില്ല, മക്കളെ കാണില്ല, എല്ലാം തകർന്നു, തീർന്നു. 14 ദിവസമായിട്ട് സൂര്യനെ പോലും കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ പോലും പൗലോസ് അപ്പോസ്തലൻ ചെന്ന് താൻ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പൗലോസേ, ഒരാൾ പോലും മരിക്കില്ല പോരെ. അതോടുകൂടെ പൗലോസ് അപ്പോസ്തലൻ ചാർജായി. എന്നിട്ട് അദ്ദേഹം ചെയ്തത്, എല്ലാവരും വിളിച്ച്, സഹോദരന്മാരെല്ലാവരും കൂടെ വാ, ഇന്നലെ രാത്രി കർത്താവ് വന്ന് എന്നോട് സംസാരിച്ചു, നിങ്ങളാരും മരിക്കില്ല, കപ്പൽ ഛേദത്തിൽപ്പെടും, കപ്പൽ നശിച്ചു പോകും, പക്ഷേ 276 പേരിൽ ഒരാൾ പോലും ഡെഡ് ബോഡി ഇവിടെ പൊങ്ങി നടക്കില്ല.
അങ്ങ് സുരക്ഷിതമായ ഒരു മെലീറ്റ എന്ന് പറയുന്ന മാൾട്ട എന്ന് പറയുന്ന ദ്വീപിൽ എത്തിച്ചേരുന്നു. ഇതെങ്ങനെ കിട്ടി? കർത്താവുമായുള്ള കമ്മ്യൂണിക്കേഷൻ. ഫിലിപ്പ് ലേഖനം 4:13 I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിനും മതിയാകുന്നു. ഹബക്കൂക്ക് 3:19 പറയുന്നത് ദ സോവറിൻ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. ഈ കർത്താവ് ആണ് എൻ്റെ ശക്തി. അതുകൊണ്ട് അത്തിവൃക്ഷത്തിലൊന്നുമില്ലേലും ഗോശാലയിൽ പശുക്കളില്ലേലും ഒന്നും നടന്നില്ലേലും ഞാൻ കർത്താവിൽ സന്തോഷിക്കും. 28-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വചനത്തിൽ പറയുന്നത് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത് ആൻഡ് മൈ ഷീൽഡ്. കർത്താവ് എൻ്റെ ശക്തിയും എൻ്റെ പരിചയമാകുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇന്നർ സ്ട്രെങ്ത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എനിബഡി ഇൻട്രസ്റ്റഡ്? കൈനീട്ടാം. കർത്താവെ, ഈ സഹോദരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അകത്ത് ശക്തിയുള്ളവരായി തീരട്ടെ. അന്ത്യകാലത്ത് പലരും ഭക്തിയുടെ വേഷം നടിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുമ്പോൾ, കർത്താവെ, നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അകത്ത് ശക്തിയുള്ളവരായി, വേഷം മാത്രമല്ല ഭക്തിയുടെ ശക്തി അകത്തുള്ളവരായി മാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കൈനീട്ടി പിടിക്കാമോ? രോഗമാണോ? അല്ലെങ്കിൽ വേറെന്തെങ്കിലുമാണോ? മനക്ലേശമാണോ? കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം, ദൈവാത്മാവിൽ നിന്നുള്ള സൊല്യൂഷൻ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകട്ടെ. വിവാഹ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ, കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ അത് സംഭവിക്കട്ടെ, ജോലി സ്ഥലത്ത്, ബിസിനസ്സിൽ അത് സംഭവിക്കട്ടെ, പഠനത്തിൽ അത് സംഭവിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ബ്ലസ് ചെയ്തിരിക്കുന്നു. കർത്താവ്, പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. നാളെ ഞായറാഴ്ചയാണ്, എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് സെൻ്ററിൽ വരാൻ പറ്റാത്തവർ മാത്രം ഓൺലൈനിൽ സംബന്ധിക്കുക. തിങ്കളാഴ്ച മോർണിംഗ് ഗ്ലോറിയുടെ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ.